ഞാനിത് വറുക്കാൻ വേണ്ടിയിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. വറുക്കാൻ വേണ്ടിയിട്ട് ഇതാ ഞാൻ വറുത്ത് തുടങ്ങി. വറുത്ത് മൂത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ നല്ല നല്ല തിളച്ച എണ്ണയ്ക്കകത്തോട്ട് ഇതുപോലെ അരിഞ്ഞ് കീറിയിടണം. ചെറുതായിട്ട് കീറി ഇട്ടാൽ മതി. അത് കട്ടി കുറച്ച് കീറിയിടുവാണെങ്കിൽ അതാണ് നല്ലത്. ഇതിവിടെ കട്ടിയിലിട്ട് കഴിഞ്ഞാൽ വേകാനും വറുക്കാനൊക്കെ പാടായിരിക്കും. അത് നമ്മൾ ചെറിയ കട്ടിയിൽ കണ്ട ഈ കട്ടിയിലിടണം. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അല്ല കിറുകിറെന്ന് വെച്ച കേട്ടാ ഇങ്ങനെ കിറുകിറെന്ന് വെച്ച് വരുമ്പോഴാണ് അത് നല്ല മൂത്ത് വരുന്നത്. ഞാൻ നേരത്തെ ഒരുപാട് ചക്ക ഇങ്ങനെ വറുക്കുമായിരുന്നു കേട്ടോ. നമുക്ക് പറമ്പിൽ ഇഷ്ടംപോലെ ചക്കയുള്ള സമയത്ത് ഇങ്ങനെ ഞാൻ ചക്ക വറുക്കുമായിരുന്നേ. ഇതാ 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 മൂത്തില്ല. ഇതാ മൂത്ത് വെച്ചിരിക്കുന്നു. ഇത് ഫസ്റ്റ് ഞാൻ വറുത്തതാണ്, ആദ്യമേ വറുത്തതാണിത്. എന്താ വറുത്ത എണ്ണ വാങ്ങാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. ഇതുപോലെ ചോന്ന് വരണം, എന്നാലും മൂത്തുണ്ടോ നല്ല സൗണ്ട് കേൾക്കണം കേട്ടോ. നമുക്ക് ഈ ചക്കയൊക്കെ കിട്ടുമ്പോൾ നമ്മളിത് കളയല്ലേ, ഇതുപോലെ വറുത്ത് വയ്ക്കണം. അപ്പോൾ നമുക്ക് 4 മണി കാപ്പിക്കോ ആരെങ്കിലുമൊക്കെ വിരുന്നുകാർ വരുമോ ഒക്കെ ചെയ്യുമ്പോൾ നമുക്കിതുപോലെ കൊടുക്കാൻ പറ്റും. നമ്മളിപ്പോൾ ഇതൊരു കവർ ചെറിയൊരു കവർ മേടിക്കാൻ പോയാൽ 75-100 രൂപയാണ് ഒരു ചെറിയ കവറിൻ്റെ വില. ചെറിയ ചക്കവറുത്ത് കവറിൻ്റെ വില 75-100 രൂപയൊക്കെയാണ് വരുന്നത്. അതേസമയം നമുക്കിങ്ങനത്തെ ചക്ക കിട്ടുവാണെങ്കിലും കളയാതെ ഇതുപോലെ കുറച്ച് എണ്ണയ്ക്കകത്ത് ഇട്ടുക, വറുത്തങ്ങ് വെക്കണം. അത്യാവശ്യം നല്ലതാണ്. എന്ത് സാധനം കിട്ടിയാലും അങ്ങനെ കളയരുത്. കപ്പ കിട്ടിയാൽ ഇതുപോലെ അരിഞ്ഞ് വെച്ചിട്ട് വറുക്കണം. ഉരുളക്കിഴങ്ങ് വറുക്കാം, നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ വറുക്കാൻ പറ്റും. മൂത്ത് വരുന്ന കണ്ടോ, മൂത്ത് വരുന്നുണ്ടതാ, മൂത്ത് വരുന്നു. എന്താ സൂം ചെയ്ത് കാണിക്കേ. എണ്ണയ്ക്കകത്ത് കിടന്നങ്ങോട്ട് തിളയ്ക്കുന്ന കണ്ട. എൻ്റെ അടുത്ത് ഒരുപാട് എണ്ണയില്ല, ഉള്ള എണ്ണയിലാണ് ഞാൻ ഈ ഉണ്ടാക്കുന്നത്. പക്ഷെ 1 കുപ്പി എണ്ണ ഞാൻ എടുത്തു, 1 കുപ്പി എണ്ണ മേടിച്ചിട്ടുണ്ട്. എന്നാലും ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാം ഓയിലിനകത്തൊക്കെ വറുക്കുവാണെങ്കിൽ കുറേ നാളിരിക്കും. ഞാൻ വെളിച്ചെണ്ണയ്ക്കകത്താണ് വറുക്കുന്നത്. ഈ വെളിച്ചെണ്ണയ്ക്കകത്ത് വറുത്ത് കഴിഞ്ഞാൽ ഒത്തിരി നാൾ ഇരിക്കത്തില്ല കേട്ടോ. അത് പെട്ടെന്ന് കനച്ചു പോവും. പക്ഷേ എനിക്കെന്നാലും വെളിച്ചെണ്ണയ്ക്കകത്ത് വറുക്കുന്നത് ഇഷ്ടമാണ്. വെളിച്ചെണ്ണയ്ക്കകത്ത് വറുക്കുന്ന പ്രത്യേക ടേസ്റ്റ് ഉണ്ടാ.